ഹായ് ഓൾ, വെൽക്കം ടു ജാസ് ടോക്സ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിലെ ഒന്നാമത്തെ പാഠം അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് ആണ്. അതിലെ അടുത്തടുത്തുള്ള ഈ രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം ത്രൂ ഔട്ട് ദ സീരീസ് സെയിം ആയിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് ഒന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം 5 ആണെങ്കിൽ ആ 5 തന്നെയായിരിക്കും രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം. അതേ വ്യത്യാസമായിരിക്കും മൂന്നാമത്തെ ടേമും നാലാമത്തെ ടേമും തമ്മിൽ വെച്ചത്. ആ സീരീസിൽ ത്രൂ ഔട്ട് ഈ രണ്ട് ടേംസ് തമ്മിൽ വ്യത്യാസം സെയിം ആയിരിക്കും. ഇപ്പൊ നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തത് നാച്ചുറൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. 1, 2, 3, 4, 5 എക്സെട്ര. ഇവിടെ ഈ രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. ഒന്നാമത്തെ ടേമിനോട് 1 കൂട്ടുമ്പോൾ 2 കിട്ടും. രണ്ടാമത്തെ ടേമിനോട് 1 കൂട്ടുമ്പോൾ 3 കിട്ടും. മൂന്നാമത്തെ ടേമിനോട് 1 കൂട്ടുമ്പോൾ 4 കിട്ടും. നാലാമത്തെ ടേമിനോട് 1 കൂട്ടുമ്പോൾ 5 കിട്ടും. അപ്പൊ അടുത്ത നമ്പേഴ്സ് നമുക്ക് എന്താക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി 5 കൂട്ടിയാൽ 6 കിട്ടും, 6 കൂട്ടിയാൽ 7 കിട്ടും. അപ്പൊ ഇവിടെ അടുത്തടുത്തുള്ള ഈ രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. അതുകൊണ്ട് ഈ ഫസ്റ്റിലത്തെ സീരീസ് അത് അരിത്തമെറ്റിക് സീരീസിലാണ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിലാണ്. ഇനി രണ്ടാമത്തത് 2, 4, 6, 8, 10 എക്സെട്ര. ഇതും അരിത്തമെറ്റിക് സീക്വൻസിലാണ്. ഇവിടെ ഈ രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം ത്രൂ ഔട്ട് ദ സീരീസ് സെയിം ആണ്. ആദ്യത്തെ ടേം 2 ആണ്, രണ്ടാമത്തെ ടേം 4 ആണ്. ആ രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അതേപോലെ 4ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 6ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 8ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അപ്പൊ ഇവിടെ ത്രൂ ഔട്ട് ദ സീരീസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് ഈ സീരീസ് അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് പറയും. ഇനി അടുത്ത മൂന്നാമത്തെ എക്സാമ്പിൾ 5, 7, 15, 27, 31 എക്സെട്ര. ഇവിടെ 5ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 7ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 8 ആണ്. 15ഉം 27ഉം തമ്മിലുള്ള വ്യത്യാസം 12 ആണ്. ഇവിടെ അടുത്തടുത്തുള്ള ഈ രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം സെയിം അല്ല. ഒന്നാമത്തെ 2 ആണ്. പിന്നെ ഒന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം 8 ആണ്. മൂന്നാമത്തെ ടേമും നാലാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം 12 ആണ്. അപ്പോ ഈ മൂന്നാമത്തെ എക്സാമ്പിൾ അരിത്തമെറ്റിക് സീക്വൻസിലല്ല. ഇനി നാലാമത്തെ എക്സാമ്പിൾ 5, 10, 15, 20, 25 എക്സെട്ര. ഇവിടെ അടുത്തടുത്തുള്ള ഈ രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം ഈ സീരീസിൽ സെയിം ആണ്. അതുകൊണ്ട് ഈ സീരീസ് അരിത്തമെറ്റിക് സീക്വൻസിലാണ്. ഇവിടെ 5ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. 10ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. 15ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. 20ഉം 25ഉം തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. അതുകൊണ്ട് ഈ സീരീസ് അരിത്തമെറ്റിക് സീക്വൻസിലാണ്. ഇനി അടുത്തത് 3, 6, 10, 18, 30 എക്സെട്ര. ഇത് അരിത്തമെറ്റിക് സീക്വൻസിലാണോ? അല്ല. കാരണം എന്താ? 3ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. 6ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. 10ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം 8 ആണ്. അത് ഇവിടെ ഈ രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് അരിത്തമെറ്റിക് സീക്വൻസിലല്ല. അപ്പം ഒന്നാമത്തെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സീരീസ് അരിത്തമെറ്റിക് സീക്വൻസിലാണ്. രണ്ടാമത്തെ ഈവൻ നമ്പേഴ്സിന്റെ സീരീസ് അരിത്തമെറ്റിക് സീക്വൻസിലാണ്. മൂന്നാമത്തത് അരിത്തമെറ്റിക് സീക്വൻസിലല്ല. നാലാമത്തത് 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ അത് അരിത്തമെറ്റിക് സീക്വൻസിലാണ്. അവസാനത്തതും അരിത്തമെറ്റിക് സീക്വൻസിലല്ല. അപ്പൊ നിങ്ങൾക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. 10ാമത്തെ പേജിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസസ് ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വലേറ്റർ ട്രയാംഗിൾസ്, സ്ക്വയർസ്, റെഗുലർ പെന്റഗൺസ് ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ്. അതില് ഒന്നാമത്തത് ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് സൈഡ്സ് 3, 4, 5 എക്സെട്ര. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് ഇന്നർ ആംഗിൾസ്, അതേപോലെ സം ഓഫ് ഔട്ടർ ആംഗിൾസ്, പിന്നെ അതേപോലെ 1 ഇന്നർ ആംഗിൾ, പിന്നെ 1 ഔട്ടർ ആംഗിൾ. അപ്പൊ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഇക്വലേറ്റർ ട്രയാംഗിൾസ് ഉണ്ട്, സ്ക്വയേഴ്സ് ഉണ്ട്, പിന്നെ അതേപോലെ റെഗുലർ പെന്റഗൺ ഉണ്ട്, പിന്നെ റെഗുലർ ഹെക്സഗൺ ഉണ്ട്. അങ്ങനെ പോകുന്ന റെഗുലർ പോളിഗൺസിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ്, അതേപോലെ സം ഓഫ് ഔട്ടർ ആംഗിൾസ്, പിന്നെ 1 ഇന്നർ ആംഗിളും 1 ഔട്ടർ ആംഗിളും ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ആദ്യത്തത് നമ്പർ ഓഫ് സൈഡ്സ് ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇക്വലേറ്റർ ട്രയാംഗിളിന് 3 സൈഡാണുള്ളത്, പിന്നെ സ്ക്വയേഴ്സിന് 4 സൈഡാണുള്ളത്, പിന്നെ റെഗുലർ പെന്റഗണിന് 5 സൈഡാണുള്ളത്, പിന്നെ റെഗുലർ ഹെക്സഗണിന് 6 സൈഡാണുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് പോവാം. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇന്നർ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പോളിഗൺസ് എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്.
The sum of the angles of n-sided polygon is n minus 2 into 180. അപ്പോൾ ഇവിടെ ട്രയാങ്കിളില് എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട്. ഇപ്പൊ ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾസിന് സം കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ 3 സൈഡ്സ് ആണുള്ളത്. 3 മൈനസ് 2 n മൈനസ് 2 into 180 എന്നാണുള്ളത്. ഇപ്പൊ 3 മൈനസ് 2 എന്ന് പറയുന്നത് 1 ആണ്. 1 into 180 എന്ന് പറയുന്നത് 180 ആണ്. മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ട്രയാങ്കിളില് ഇക്വലേറ്റർ ട്രയാങ്കിളിൽ 3 സൈഡ്സ് ആണുള്ളത്. പിന്നെ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n മൈനസ് 2 into 180 ആണ്. ഇപ്പൊ 3 മൈനസ് 2 എത്രയാണ്? 1 into 180 എന്ന് പറയുന്നത് 180. അപ്പോ സം ഓഫ് ഇന്നർ ആംഗിൾസ് ട്രയാംഗിൾസിന്റെ 180 ഡിഗ്രി ആണ്. ഇനി സ്ക്വയറിന്റെ എത്ര സൈഡ് ആണുള്ളത്? സ്ക്വയറിന് 4 സൈഡ് ആണുള്ളത്. അപ്പം n മൈനസ് 2 into 180 എന്നുള്ളതിൽ 4 മൈനസ് 2 into 180 ആവും. 4 മൈനസ് 2 എന്ന് പറയുന്നത് 2 ആണ്. 2 into 180 എന്ന് പറയുന്നത് 360 ആണ്. ഇപ്പോ ഇക്വലേറ്റർ ട്രയാംഗിളിന്റെ 3 സൈഡ് ആയതുകൊണ്ട് 3 മൈനസ് 2 into 180. പിന്നെ സ്ക്വയറിന്റെ 4 സൈഡ് ആയതുകൊണ്ട് 4 മൈനസ് 2 into 180. 3 മൈനസ് 2 into 180 എന്ന് പറയുന്നത് 1 into 180 is equal to 180. സ്ക്വയർസിൽ 4 മൈനസ് 2 into 180 എന്ന് പറയുമ്പോൾ 2 into 180 is equal to 360 ഡിഗ്രി. ഇനി റെഗുലർ പെന്റഗണില് എത്ര സൈഡാണുള്ളത്? 5 സൈഡാണുള്ളത്. അപ്പം n മൈനസ് 2 into 180 എന്നുള്ളതിൽ 5 മൈനസ് 2 into 180 വരും. 5 മൈനസ് 2 3 ആണ്. 3 into 180 എന്ന് പറയുന്നത് 540 ആണ്. ഇനി അടുത്തത് റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗണില് 6 സൈഡാണുള്ളത്. അപ്പോ n മൈനസ് 2 into 180 എന്നുള്ളതിൽ 6 മൈനസ് 2 into 180 വരും. അപ്പൊ 4 into 180. അപ്പൊ 4 into 180 എന്ന് പറയുന്നത് 360 plus 360 is equal to 728. ഇനി അടുത്തത് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണുള്ളത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ് പോളിഗൺസ് എന്ന പാഠത്തിൽ തന്നെയാണ് പഠിച്ചത്. അത് the sum of outer angles of any polygon is 360 degree. Any polygon, ഏത് പോളിഗണിന്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഇവിടെ ട്രയാങ്കിളിന്റെതും സ്ക്വയറിന്റെതും പിന്നെ റെഗുലർ പെന്റഗണിന്റെതും റെഗുലർ ഹെക്സഗണിന്റെതും എല്ലാത്തിന്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അപ്പം അതിന്റെ സീരീസ് എങ്ങനെ എഴുതാം? 360 ഡിഗ്രി, 360 ഡിഗ്രി, 360 ഡിഗ്രി, 360 ഡിഗ്രി എക്സെട്ര. അടുത്തത് 1 ഇന്നർ ആംഗിൾ. 1 ഇന്നർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് ഇക്വലേറ്റർ ട്രയാംഗിൾ. അപ്പോ ആ ഇക്വലേറ്റർ ട്രയാംഗിളിന്റെ 180 ഡിഗ്രിനെ ഇക്വലേറ്റർ ട്രയാംഗിളിൽ 3 സൈഡ്സ് ആണുള്ളത്. 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 180 ഡിഗ്രി ഡിവൈഡ് ബൈ 3. 180 ഡിഗ്രി എന്ന് പറയുന്നത് ടോട്ടൽ ഇന്നർ ആംഗിൾസ് ആണ്. 3 എന്ന് പറയുന്നത് ട്രയാംഗിൾസിന്റെ സൈഡ്സ് ആണ്. അപ്പോ ടോട്ടൽ ഇന്നർ ആംഗിൾസിനെ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇക്വലേറ്റർ ട്രയാംഗിളിന്റെ 1 ഇന്നർ ആംഗിൾ കിട്ടും. അപ്പൊ 180 ഡിഗ്രി മൈനസ് 3 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി അതേപോലെ 1 ഇന്നർ ആംഗിൾ ഓഫ് സ്ക്വയർ. സ്ക്വയറിന്റെ ടോട്ടൽ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അതിന് 4 കൊണ്ട്, സ്ക്വയറിന് 4 സൈഡാണുള്ളത്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 360 ഡിഗ്രിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടും. ഓക്കെ. ഇനി അടുത്തത് റെഗുലർ പെന്റഗൺ. റെഗുലർ പെന്റഗണിന്റെ ടോട്ടൽ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 540 ഡിഗ്രി ആണ്. 540 ഡിഗ്രിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 108 കിട്ടും. 5 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. 540 ഡിഗ്രി എന്ന് പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് റെഗുലർ പെന്റഗൺ ആണ്. അപ്പൊ 540 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 108. ഇനി അടുത്തത് റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗണിന്റെ ടോട്ടൽ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 720 ആണ്. 720നെ 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 120 കിട്ടും. 6 എന്ന് പറയുന്നത് റെഗുലർ ഹെക്സഗണിന്റെ സൈഡ്സിന്റെ എണ്ണാണ്. അപ്പോ 720 എന്ന് പറയുന്നത് റെഗുലർ ഹെക്സഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ്. അതിനെ സൈഡ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 120 കിട്ടും. അപ്പോ 1 ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ സീരീസ് എന്ന് പറയുന്നത് 60 ഡിഗ്രി, 90 ഡിഗ്രി, 108 ഡിഗ്രി, 120 ഡിഗ്രി. ഇനി അടുത്തത് 1 ഔട്ടർ ആംഗിൾ. ഒരു ഔട്ടർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അത് നമുക്കറിയാം. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി. അപ്പൊ ഇവിടെ ഇക്വലേറ്റർ ട്രയാംഗിളില് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അപ്പൊ ഔട്ടർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? 180 മൈനസ് 60. 180 മൈനസ് 60 ഈസ് ഈക്വൽ ടു 120 ആണ്. ഇനി അതേപോലെ സ്ക്വയറില് 1 ഇന്നർ ആംഗിളും 1 ഔട്ടർ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അപ്പോ ഇവിടെ 1 ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി അതേപോലെ
റെഗുലർ പെന്റഗണില് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണ്. അപ്പോൾ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 108 ഡിഗ്രി ഇസ് ഈക്വൽ ടു 72 ഡിഗ്രി. ഇനി അടുത്തത് റെഗുലർ ഹെക്സഗണില് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിയാൽ നമുക്ക് 180 ആണ് കിട്ടേണ്ടത്. ഇന്നർ ആംഗിൾ 120 ഡിഗ്രിയാണ്. അപ്പം ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 120 ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വരുന്നത്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് the sum of the angles of n side polygon എന്ന് പറയുന്നത് n minus 2 into 180 അത് ഓർമ്മയിലുണ്ടാവണം. അതേപോലെ the sum of outer angles of any polygon is 360 ഡിഗ്രി. ഇനി അടുത്ത പ്രോബ്ലംസ് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.